എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിനെ തേടി അവളുടെ വീട്ടിലായിട്ട് വന്ന് നോക്കുന്നതാ. എന്നാൽ അവിടെ എന്നും അവനുണ്ടായിരുന്നില്ല. പോരാത്തതിന് അവന്റെ വീടും ഇപ്പോൾ നമ്മളുടെ യാങ്ങിന്റെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുവാണ്. അടുത്ത ദിവസം രാവിലെ നമ്മളുടെ യാങ് ആണെങ്കിൽ ഓഫീസിൽ വരുമ്പോൾ അവളുടെ പഴയ ബോസ് അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. പോരാത്തതിന് അവൾ പുറകെ നടന്ന ആ ഒരു എഴുത്തുകാരൻ ചെറുക്കനില്ലേ, അവനും അവിടെ തിരിച്ചു വന്ന് ജോയിൻ ചെയ്യും. എന്നിട്ട് പറയും, എന്നെയാണെങ്കിൽ ഒരാൾ സ്വപ്നത്തിൽ വന്ന് നല്ലതുപോലെ പേടിപ്പിച്ചു എന്ന്. അതേസമയം തന്നെ നമ്മളുടെ മിയോങ്ങിനെ കാണിക്കും. അവനിപ്പോൾ ആ ഗോഡസിന്റെ കൂടെയായിരുന്നു. ഗോഡസ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നീയാണെങ്കിൽ യാങ്ങിന്റെ കൂടെ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൾക്ക് നാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവളുടെ ലൈഫിൽ എന്തൊക്കെ മോശ സംഭവമാണോ വന്നത് അതിന്റെ എല്ലാ റെസ്പോൺസിബിൾ നീയാണ്. അവൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞതും അവൾ എക്സാമിൽ ഫെയിലായതും അവൾക്ക് രോഗം വന്നതും എല്ലാത്തിനും കാരണം നീയാണെന്ന് പറയും. കൂട്ടത്തിൽ തന്നെ ചോദിക്കും, എന്നിട്ട് നീ അവളുടെ ലൈഫിലോട്ട് പോകാൻ തന്നെയാണോ ആഗ്രഹിക്കുന്നത്? നിന്റെ പ്ലാൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതായത് അവൾ നിന്നെ സ്നേഹിച്ചിട്ട് നീ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോവൂ എന്നുള്ളത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മിയോങ്ങിനാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ദേഷ്യം വരും. എന്നാൽ അവൻ അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗോഡസ് തന്നെയല്ലേ അവന്റെ ബോസ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരാൻ നേരത്ത് അവൾ വിചാരിക്കുന്നതാ, അവൾ സ്നേഹിക്കുന്ന ആൾക്കാരല്ല എന്താണ് അവളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നത് എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവളുടെ ഓപ്പോസിറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലായിട്ട് നമ്മുടെ മിയോങ്ങിനെ കാണും. അവൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഓടി അവിടേക്ക് വരും. എന്നാൽ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവളുടെ ബ്രേസ്ലെറ്റും ഇപ്പൊ ചാർജ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലതുപോലെ പെയിൻ എടുത്തിട്ട് അവൾ ആ സ്റ്റെയറിൽ നിന്ന് വീഴാനായിട്ട് പോകും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ മിയോങ് ഒന്ന് അവളുടെ കയ്യിൽ പിടിക്കും. അവൻ ഇവളെയും കൊണ്ട് കാലിൽ യാത്ര ചെയ്യാൻ തുടങ്ങും. അവിടെ നമ്മുടെ യാങ് ചോദിക്കും, നീ പെട്ടെന്ന് എവിടേക്കാ പോയത് എന്ന്. എന്നാൽ നമ്മുടെ മിയോങ് ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയും, ഞാനിപ്പോൾ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ല എന്ന്. നമ്മുടെ യാങ് അവിടെ കുറേ തവണ ചോദിക്കും. എന്നിട്ട് പറയും, നിന്റെ യഥാർത്ഥ വീട് എവിടാ? ഇനി ഒരു പക്ഷേ നീ വീണ്ടും കാണാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് തിരക്കാലോ. അങ്ങനെ നമ്മുടെ മിയോങ് യാങ്ങിനെ കൊണ്ട് അവന്റെ വീട്ടിലായിട്ട് വരും. എന്നിട്ട് പറയും, നീ ഇവിടേക്ക് വരാനേ പാടില്ല. നീ എന്നെ തിരക്കി ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ അപ്പോഴും തന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്ന്. അവിടെയായിട്ട് മിയോങ് നമ്മുടെ യാങ്ങിൻ്റെ അടുത്ത് പറയും, നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. എനിക്ക് നിന്റെ ആ ഒരു വിഷ് കംപ്ലീറ്റ് ആക്കി തരാൻ പറ്റത്തില്ല. അതായത് നീ എന്നെ ലവ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഒന്നിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ വെച്ച് പിരിയുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മിയോങ് അവളെ പറഞ്ഞു വിടാൻ നോക്കും. യാങ്ങിന് ഇവിടെ ഒന്നും മനസ്സിലാവത്തില്ല. അവൾ അവിടെ നിന്ന് അവളുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ലീ ആണെങ്കിൽ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യാങ്ങിന്റെ അനിയൻ വന്നിട്ട് അവളെ പറ്റി ചോദിക്കും. അപ്പോൾ ലീ പറയാനായിട്ട് തുടങ്ങും, അതായത് എനിക്ക് ആ ഒരു ടൈമിൽ എക്സാം എഴുതാൻ പറ്റിയില്ല, അങ്ങനെ അവസാനം എനിക്ക് അബ്രോഡ് പോവേണ്ടതായിട്ട് വന്നു. യഥാർത്ഥത്തിൽ ഞാൻ അവളുടെ അടുത്ത് ബ്രേക്കപ്പ് പറയാനുള്ള റീസൺ തന്നെ എനിക്ക് നാണക്കേട് കാരണമാണ്. എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ പറ്റിയില്ല. അവളുടെ അടുത്ത് എനിക്ക് പകരമായിട്ട് പോയി ബ്രേക്കപ്പ് പറഞ്ഞത് പോലും എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ചാനായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ചാൻ വരും. അവന് മനസ്സിലാവും, അതായത് നമ്മുടെ യാങ്ങിന്റെ അനിയനാണ് ഇവിടെ നിൽക്കുന്ന പുതിയ സ്റ്റാഫ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജീനയാണെങ്കിൽ അവളുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കുന്നതാണ്. നമ്മുടെ ജീനയാണെങ്കിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷം നമ്മുടെ ഈ ലീനെ വെയിറ്റ് ചെയ്തിട്ട് അവന്റെ വീണ്ടും മുമ്പിലായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ചാൻ വന്നിട്ട് പറയും, അതായത് ലീ ആണെങ്കിൽ പഠിത്തത്തിന് വേണ്ടിയിട്ട് ജപ്പാനിൽ പോയി, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന്. അവിടെ നമ്മളുടെ ജീന പറയുന്നത് തന്നെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ടൈം പോലും സ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ അവന് വേണ്ടിയിട്ട് വന്ന് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ പരസ്പരം കിസ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയും. ഇത് കേട്ടിട്ട് പിറ്റി ഫീല് തോന്നിയിട്ടാ നമ്മളുടെ ചാനാണെങ്കിൽ അവൾക്ക് ആ ഒരു ടൈമിൽ കിസ് കൊടുത്തത്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ ഒരു ഓദറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒവേറിയൻ ക്യാൻസർ ആയിരുന്നു. അവരവിടെ പറയും, ഞാൻ എൻ്റെ റൈറ്റിംഗ് ഇപ്പോൾ ക്വിറ്റ് ചെയ്യുകയാണ്. എന്താന്ന് വെച്ചാൽ എനിക്കിനി എൻ്റെതായിട്ടുള്ള സമയം കണ്ടുപിടിക്കണം. ഞാൻ ഇനി മുതൽ എന്നെ വേണം അപ്രീഷിയേറ്റ് ചെയ്യാൻ. എനിക്ക് ആകെപ്പാടെ കുറച്ച് ടൈം മാത്രമേ ലെഫ്റ്റ് ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ്ങിൻ്റെ ഓഫീസിലായിട്ടൊരു പാർട്ടി നടക്കുന്നതാണ്. അവിടെയായിട്ട് ഒരാളാണെങ്കിൽ ഇരുന്ന് പറയാൻ തുടങ്ങും, അതായത് നമ്മുടെ യാങ് നേരത്തെ മീറ്റ് ചെയ്യാൻ പോയ ആ ഒരു ഓദറില്ലേ, അവർക്ക് ക്യാൻസർ ആണ്, അവരുടനെ തന്നെ മരിച്ചു പോവും. പോരാത്തന്നെ അവരുടെ ഹസ്ബൻഡ് അവരെ വേണ്ടാന്ന് വെച്ചിട്ട് കളഞ്ഞിട്ട് പോയി എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ യാങ്ങിനും ഒരുമാതിരിയാവും. അവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമാതിരി എങ്ങാവും. ഇയാളാണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അതൊക്കെ പറയുന്നത്. അയാൾക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും മിണ്ടാതിരിക്കുന്ന തന്നെ നമ്മുടെ യാങ്ങിന്റെ ബോസ് ഇല്ലേ, അയാളെ കാരണമാണ്. എന്നാൽ നമ്മുടെ യാങ്ങിന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അവളാണെങ്കിൽ ഇയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും, നീ എന്ത് സെൽഫിഷാണ്, അതുകൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് നോക്കിക്കോ, ഒരു കാലത്തും കല്യാണം പോലും നടക്കത്തില്ല. എന്തൊക്കെയായിരുന്നാലും ഈ ഒരു ഓദറിനെക്കാട്ടി മുന്നേ ഞാൻ മരിച്ചു പോവും. ഇതും പറഞ്ഞിട്ട് നമ്മുടെ യാങ് അവിടെ നിന്നങ്ങ് പോവും. അവളാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അവിടെയായിട്ട് അവൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അവൾക്ക് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു. അവളെ അവിടെയായിട്ട് നമ്മുടെ മിയോങ്ങിനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് പറയും, നീ ഇപ്പോഴെങ്കിലും എൻ്റെ അടുത്തോട്ട് വന്നൂടെ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്ന്. എന്നാൽ നമ്മളുടെ മിയോങ് അവിടെ എങ്ങും എത്തത്തില്ല.
നമ്മുടെ യാങ് ആണെങ്കിൽ നേരെ അവളുടെ വീട്ടിലായിട്ട് വന്നിട്ട് അവളുടെ ടെറസിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോവാന്ന് പറഞ്ഞ് അതിന്റെ മുകളിലായിട്ട് കയറി നിൽക്കും. എന്നാൽ അവിടെയും നമ്മളുടെ മിയോങ് വരത്തില്ല. അവസാനം നമ്മുടെ യാങ് ആണെങ്കിൽ തളർന്നിട്ട് അവൾ അവളുടെ ഹാളിലായിട്ട് വന്നങ്ങ് കിടക്കും. അവളിപ്പോൾ നല്ലതുപോലെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അവൾ ഉറങ്ങുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മിയോങ് അവിടെ വന്നിട്ട് ഇവളുടെ ആ ഒരു ബ്രേസ്ലെറ്റും ചാർജ് ചെയ്ത് അവളുടെ തലയുടെ അടിയിലായിട്ടൊരു തലയണി എടുത്ത് വെച്ചിട്ട് അങ്ങ് പോകും. രാവിലെ എഴുന്നേക്കുന്നേ നമ്മുടെ യാങ് ഇതെല്ലാം ശ്രദ്ധിക്കും. പെട്ടെന്ന് തന്നെ അവൾ ആ തലയണി എടുത്ത് കളഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റും അങ്ങ് പൊട്ടിച്ച് കളയും. എന്താന്ന് വെച്ചാൽ അടുത്ത തവണ നമ്മുടെ യാങ്ങിന് നല്ലതുപോലെ വേദന എടുക്കുമ്പോൾ മിയോങ് അവളുടെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജീനയാണെങ്കിൽ യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വരുന്നതാ. അവക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്, അതായത് നമ്മുടെ യാങ്ങിനിപ്പോൾ ബ്രെയിൻ ട്യൂമർ ആണ് എന്ന്. അവള് നേരെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നത് തന്നെ നമ്മുടെ യാങ്ങിന്റെ ഓഫീസിലായിട്ടാണ്. എന്നാൽ അവിടെ എങ്ങും യാങ് ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ കിടന്ന് കരയുന്നുണ്ടിട്ട് നമ്മുടെ ചാൻ അവളെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. നമ്മളുടെ ജീന അവിടെ പറയാൻ തുടങ്ങും, ഞാൻ എന്തൊരു ഫ്രണ്ടാ, അവൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട് 90 ദിവസം നീ ജീവിച്ചിരിക്കത്തോളെങ്കിൽ നീ എന്ത് വിഷയമായിരിക്കും ചോദിക്കുന്നത് എന്ന്. അപ്പോഴെല്ലാം ഞാൻ അവൾ പറഞ്ഞതിനെല്ലാം കളിയായിട്ട് മാത്രമേ എടുത്തിരിക്കുന്നത്. എനിക്കിതുവരെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ബ്രെയിൻ ട്യൂമർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഇവിടെ നമ്മളുടെ ചാൻ അവളെ നല്ലതുപോലെ ചിറപ്പ് ചെയ്യാനൊക്കെ നോക്കും. അതേസമയം തന്നെ നമ്മുടെ യാങ്ങിനെ അവളുടെ അനിയനാണെങ്കിൽ ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവരും. അവൾക്കിപ്പോൾ വേദന ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ ബ്രേസ്ലെറ്റ് ഊരി അങ്ങ് കളഞ്ഞില്ലേ, അതുകൊണ്ട്. നമ്മളുടെ യാങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തെല്ലാം മിയോങ്ങിനെ പറ്റി തന്നെ ആലോചിക്കുന്നത്, അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈമിനെ പറ്റി ആലോചിച്ചിട്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ മിയോങ്ങിൻ്റെ അടുത്ത് ഗോഡസ് വന്നിരുന്ന് പറയുന്നത്, നീ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ. എന്താന്ന് വെച്ചാൽ അവളെ നീ മീറ്റ് ചെയ്യാൻ പോവണ്ട. അവളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ മിയോങ് പെട്ടെന്ന് തന്നെ ദേഷിച്ച് അവിടെ എന്നങ്ങ് പോവും. അവിടെയായിട്ട് നമ്മുടെ ഗോഡസ് ആണെങ്കിൽ സ്വന്തമായിട്ടിരുന്ന് പറയും, പ്രേമം അത്ര നിസ്സാരമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എത്രത്തോളം വേദന നീ അനുഭവിക്കുന്നു അത്രത്തോളം അത് സ്ട്രോങ് ആവത്തേ ഉള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ എഴുന്നേക്കുന്നതാ. അവൾ എഴുന്നേറ്റ് ഉടനെ നോക്കുന്നത് നമ്മളുടെ മിയോങ്ങിനെ തന്നെയാ. അവിടെയായിട്ട് മിയോങ്ങിനെ കാണുന്നേ നമ്മുടെ യാങ്ങിന് നല്ല സന്തോഷമാവും. അവൾ പറയും, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നീ ഉറപ്പായിട്ടും എത്തുമെന്ന്. അവിടെയായിട്ട് നമ്മുടെ മിയോങ് ആണെങ്കിൽ യാങ്ങിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, എൻ്റെ ലൈഫിൽ എന്തൊക്കെ മിസ്ഫോർച്യൂൺ ആണോ നടന്നിട്ടുള്ളത് അപ്പോഴെല്ലാം എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ട്. ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണും. ഇന്റർവ്യൂ കിട്ടാതിരുന്ന സമയത്ത് എന്നെ ചിയറപ്പ് ചെയ്യാൻ ജീന ഉണ്ടായിരുന്നു. അതേപോലെ എക്സാമിൽ ഞാൻ തോറ്റുപോയ സമയത്ത് എന്നെ ചിയറപ്പ് ചെയ്യാൻ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. എൻ്റെ പേരൻസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് അവിടെ പറയാൻ തുടങ്ങും, നിന്റെ എല്ലാ മിസ്ഫോർച്യൂണിനും റീസൺ ഞാൻ തന്നെയാണ്. നിനക്ക് എക്സാം കിട്ടാഞ്ഞതും അതേപോലെ ഇന്റർവ്യൂ കിട്ടാഞ്ഞതും നിന്റെ പേരൻസ് മരിച്ചതും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ യാങ് അത്ര കാര്യമായിട്ട് എടുക്കത്തൊന്നുമില്ല. അവളാണെങ്കിൽ ഇവിടെ ചോദിക്കും, അല്ല നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത് എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോണോ എന്ന്? ഇത് കേൾക്കുന്നത് നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവളുടെ അടുത്ത് പറയാനായിട്ട് വരുന്നത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ യാങ് അവിടെ നിന്നങ്ങ് അപ്രതീക്ഷയായി പോവും. മിയോങ്ങിന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവത്തില്ല. അവൻ വേഗം തന്നെ നമ്മുടെ യാങ്ങിനെ തേടി അവളുടെ വീട്ടിലായിട്ട് വരും. അവിടെ അവളുടെ ബ്രദർ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളുടെ മിയോങ്ങിനെ ആണെങ്കിൽ അവൻ തിരിച്ചറിയത്തേ ഇല്ല. അവിടെ മിയോങ് നമ്മളുടെ യാങ്ങിനെ പറ്റി ചോദിക്കുന്നേ അവൻ പറയും, എനിക്ക് ചേച്ചിയില്ലല്ലോ, ഞാനിവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നേ എന്ന്. അതിനുശേഷം നമ്മളുടെ മിയോങ് നേരെ വരുന്നത് അവളുടെ ഓഫീസിലായിട്ടായിരുന്നു. അവിടെയും എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാ. ആർക്കും നമ്മളുടെ യാങ്ങിനെ അറിയത്തില്ല. ഇത് കാണുന്നേ നമ്മളുടെ മിയോങ്ങിനൊരു കാര്യം മനസ്സിലാവും, അതായത് യാങ് ഇപ്പോൾ ഈ ഒരു വേൾഡിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. ഇപ്പോൾ നമ്മളുടെ യാങ് നിൽക്കുന്നത് തന്നെ ഒരു പൂന്തോട്ടത്തിന്റെ നടുക്കായിരുന്നു. അവക്കാണെങ്കിൽ ഇപ്പൊ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഗോഡസ് ആണെങ്കിൽ പറയും, നീ ഇപ്പോൾ എൻ്റെ കൂടെയാണുള്ളത്, നിന്റെ കുറച്ച് ടൈം ഞാനിപ്പോൾ അങ്ങ് കടമെടുത്തിരിക്കുകയാണ്. അവിടെയായിട്ട് ഇവളാണെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ചെടിച്ചട്ടിയില്ലേ അത് കാണിച്ചിട്ട് പറയും, ഇതിനകത്ത് ഒരു ചെടി കിളിച്ചു വന്നിട്ടുണ്ട്. ഞാനിവിടെ വളർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത് തന്നെ പോസിബിലിറ്റീസ് ആണ്. എന്തൊക്കെയായിരുന്നാലും ഇത് ആദ്യമായിട്ടായിരിക്കും അവൻ അവനെ കുറിച്ച് അല്ലാണ്ട് വേറൊരാളുടെ കാര്യത്തിൽ ഇത്രയും പിറ്റി ഫീൽ ചെയ്യുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ്ങിന് മനസ്സിലാവും, ഇവർ പറയുന്ന വേറെ ആരെയും പറ്റിയല്ല നമ്മളുടെ മിയോങ്ങിനെ പറ്റിയിട്ടാ എന്ന്. അതേസമയം തന്നെ മിയോങ് ആണെങ്കിൽ ഗോഡസിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ വരും. എന്നാൽ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ യാങ്ങിനെ കാണിക്കും. അവൾക്കിപ്പോൾ ഇവിടെ മനസ്സിലായിട്ടുണ്ട് ഇത് വേറെ ആരുമല്ല ഗോഡസ് തന്നെയാ എന്ന്. അവിടെ ഈ ഗോഡസ് ആണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും, അതായത് മിയോങ് ആണെങ്കിൽ അവൻ്റെ ആ ഒരു സെൽഫ് പിറ്റി കാരണം ഈ വേൾഡ് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് തന്നെ അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഞാനെന്ന് വെച്ചാൽ ഹാപ്പിനെസിന്റെ ദേവതയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ആണെങ്കിൽ അവരുടെ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഹാപ്പിയാക്കി വെക്കാത്തതെന്ന്. അപ്പോൾ ഈ ഗോഡസ് പറയാനായിട്ട് തുടങ്ങും, എല്ലാവരും ഹാപ്പി ആയി കഴിഞ്ഞാൽ പിന്നീട് ഹാപ്പിനെസ്സിന് ഒരു വിലയും ഉണ്ടാവത്തില്ലല്ലോ. എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതത്ര രസമുള്ള കാര്യമല്ലല്ലോ എന്ന് പറയും. ഇവിടെ നമ്മളുടെ യാങ് ചോദിക്കും, അല്ല ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ
അവിടെ നമ്മളുടെ ഗോഡസ് ആണെങ്കിൽ ഇവളുടെ കയ്യിലായിട്ട് ഒരു ഗ്ലാസിന്റെ ബോൾ കൊടുത്തിട്ട് പറയും, നീ എല്ലാവരെയും സ്നേഹിക്കണം, നിന്റെ ലവിന് മാത്രമേ ഈ ലോകത്തെ തന്നെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ നിനക്ക് നിന്റെ ലൈഫിലായിട്ട് ഹാപ്പിനെസ് തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും. അവളാണെങ്കിൽ ഒരു ഡോറിൽ വന്ന് നോക്കിയുമ്പോൾ അത് വേറെ ആരുടെയും വീടല്ല, നമ്മളുടെ മിയോങ്ങിന്റെ തന്നെ വീടായിരുന്നു. ഇവനെ കാണുന്നേ അവൾക്ക് നല്ല സന്തോഷമാവും. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങും. അവൻ പറയും, നീ പോയത് വേറെ എവിടെയല്ല, ഗോഡസിന്റെ ഗാർഡനിലായിട്ടാണ് എന്ന്. ഇവിടെ നമ്മളുടെ മിയോങ് നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യാങ്ങിനെ പറ്റി ഈ വേൾഡിൽ ആർക്കും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ്ങിന്റെ ബ്രദർ ആണെങ്കിൽ ആ വീട്ടിലായിട്ട് കയറി വരുമ്പോൾ എന്തുവാ, അവിടെ നമ്മളുടെ മിയോങ്ങിന്റെ വീടും നമ്മളുടെ യാങ്ങിന്റെ വീടും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമല്ലേ. ഇത് കണ്ടിട്ട് അവനൊന്നും മനസ്സിലാവത്തില്ല. അവസാനം നമ്മുടെ മിയോങ്ങിന്റെ സത്യമല്ല അവൻ്റെ അടുത്ത് പറയേണ്ടതായിട്ട് വരും. എന്നാൽ അവനതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, ഒരു കാര്യം ചെയ്യും, ഇവന്റെ മെമ്മറി എല്ലാം അങ്ങ് മായ്ച്ചു കളഞ്ഞേരെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ യാങ്ങിന്റെ ബ്രദർ ആണെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ അവന്റെ മുമ്പിലായിട്ട് നമ്മളുടെ യാങ് നിൽക്കുമായിരുന്നു. ഇവളെ കാണുന്നതും അവൻ പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ജീനയും വരും. നമ്മുടെ യാങ്ങിന്റെ ബ്രദർ ആണെങ്കിൽ മിയോങ്ങിനെ കാണുന്നതും നോർമലായിട്ട് എന്നെ ബിഹേവ് ചെയ്യുന്നത്. ജീനയ്ക്കിപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ യാങ് പറയും, നീ എന്നോട് ക്ഷമിക്കണം, നിന്റെ അടുത്ത് ഞാൻ ഇതെല്ലാം ആദ്യമേ പറയേണ്ടതായിരുന്നു എന്ന്. ഇവിടെ ജീനയ്ക്കിപ്പോൾ എല്ലാം അറിയാമല്ലോ. അവിടെയായിട്ട് ഇവർ 4 പേരും കൂടി നമ്മുടെ യാങ്ങിന്റെ വീട്ടിലായിട്ട് വരും. ജീനയാണെങ്കിൽ ഇപ്പോൾ കരഞ്ഞ് കരഞ്ഞ് അവളുടെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ ഇവളെ ടേക്ക് കെയർ ഒക്കെ ചെയ്യും. എന്നിട്ട് പറയും, എനിക്കാണെങ്കിൽ ഒരു സർജറി ഉണ്ട്, അത് ചെയ്താലും ഞാൻ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടും മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇവരിങ്ങനെ ഇതൊക്കെ സംസാരിച്ചിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ജീനയുടെ ശ്രദ്ധയാണെങ്കിൽ മിയോങ്ങിലോട്ട് പോകും. അപ്പോൾ അവളോട് ചോദിക്കും, ഇവൻ ആരായെന്ന്. അവിടെയായിട്ട് നമ്മളുടെ യാങ്ങിന്റെ ബ്രദർ ആണെങ്കിൽ പറയും, അത് ഇവളുടെ ബോയ് ഫ്രണ്ടായെന്ന്. പെട്ടെന്ന് തന്നെ ജീനയ്ക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ യാങ് ഇത്രയും നാളും ആരെ പ്രേമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നത്, അത് വേറെ ആരുമല്ല, അതിവൻ തന്നെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ ജീനേനെ യാങ്ങിന്റെ ബ്രദറിനെ കൂടി പുറത്തോട്ട് പറഞ്ഞു വിടുന്നതാ. അവൾക്ക് നമ്മളുടെ മിയോങ്ങിന്റെ കൂടെ കുറച്ച് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ജീന യാങ്ങിന്റെ ബ്രദറിന്റെ അടുത്ത് പറയും, നീ ഇപ്പോൾ നല്ല മെച്ചുവേർഡായി എന്ന്. അതുകൊണ്ട് തന്നെ നീ നിന്റെ ചേച്ചിനെ പൊന്നുപോലെ നോക്കണം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മിയോങ് ആണെങ്കിൽ യാങ്ങിന്റെ ആ ബ്രേസ്ലെറ്റ് ചാർജ് ചെയ്തിട്ട് നേരെ ഗോഡസിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവൻ അവിടെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തുവാ വേണ്ടത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവിടെയായിട്ട് ഗോഡസ് പറയും, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലെ പ്രശ്നത്തിൽ തലയിടാനേ പാടില്ലായിരുന്നു, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഉടനെ തന്നെ നമ്മുടെ മിയോങ് അവിടെ പറയും, നിങ്ങൾ ഒരിക്കലും തെറ്റാവത്തില്ലല്ലോ, നിങ്ങൾ എപ്പോഴും ശരിയല്ലേ. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ്ങിന്റെ കമ്പനിയിലുള്ള ആൾക്കാരെല്ലാം അവളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നതാ. അവരെല്ലാവരും വിചാരിക്കും നമ്മുടെ യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടതുണ്ട് എന്ന്. എന്നാൽ ഇവിടെ നമ്മുടെ യാങ് ആണെങ്കിൽ പാട്ടൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ മുന്നേ നേരത്തെ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഓതറില്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. ഇവർ പറയും, ഞാനൊരു റൊമാൻറ്റിക് ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് അടുത്ത വർഷം മാത്രമേ റിലീസ് ആവത്തുള്ളൂ, നീ അത് വായിക്കണം, നിന്റെ സ്മൈല് കാണാൻ നല്ല രസമാണ്, ചെറിയ ബ്ലോസം ഉണ്ടാവുന്ന സമയത്ത് തന്നെ നീ ആ ബുക്ക് വായിക്കണം എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ അവരെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു വരാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ മിയോങ് വരുന്നതാ. അവനെ കാണുന്നതും ഇവക്ക് നല്ല സന്തോഷമാവും. അവിടെ നമ്മളുടെ യാങ് പറയാൻ തുടങ്ങും, എനിക്ക് യഥാർത്ഥത്തിൽ ചെറി ബ്ലോസം ഭയങ്കര ഇഷ്ടമാണ്, കഴിഞ്ഞ വർഷത്തെ ചെറി ബ്ലോസം എൻ്റെ ലാസ്റ്റ് ചെറി ബ്ലോസം ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് ഞാൻ നല്ലതുപോലെ എൻജോയ് ചെയ്തേനെ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിയോങ് ആണെങ്കിൽ യാങ്ങിനെ ആ ഒരു സീസണിലോട്ടങ്ങ് കൊണ്ടുപോകും. ഇത് കാണുന്നേ നമ്മളുടെ യാങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയും. കൂടുതൽ തന്നെ അവള് പറയും, ഇന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ വരത്തില്ല, ഞാൻ ഇന്ന് ജീനയുടെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചാനിനെയും ലീനയാണ്. അവർ രണ്ടുപേരോട് ഷോപ്പ് ചെയ്യാൻ നേരത്ത് ലീ അവിടെ ചോദിക്കും, അല്ല കഴിഞ്ഞ ദിവസം ഞാൻ നിന്റെ കൂടെ ഒരു പെൺകുട്ടീനെ കണ്ടായിരുന്നു, അവൾ ആരായിരുന്നു എന്ന്. ഇവിടെ നമ്മളുടെ ചാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒന്ന് മീറ്റ് ചെയ്തത് നമ്മുടെ ജീനേനെയാ. ഇവിടെ ചാനാണെങ്കിൽ പറയും, അത് ഒരു റൈറ്റർ ആയിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ചാൻ നേരെ ജീനയുടെ വീട്ടിലായിട്ട് വരുന്നയാ. അവിടെ ഓൾറെഡി നമ്മുടെ യാങ്ങും ഉണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ യാങ്ങിന് മനസ്സിലാവും, അതായത് ജീനയുടെയും ചാനിന്റെ ഇടയിലായിട്ട് ഒരു കോൺട്രാക്ട് തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന്. അവളവിടെ ചോദിക്കും, അല്ല ഈ ഒരു കോൺട്രാക്ട് ബേസിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അതോ നിങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇത് കേൾക്കുന്ന രണ്ടുപേരും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. ഇവിടെ നമ്മളുടെ ജീനയാണെങ്കിൽ ചാൻ്റെ അടുത്ത് പറയും, യാങ്ങിന്റെ ഒരു ബിഹേവിയർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൾ
ഓക്കെ ആയി വരുന്നു എന്നാ. അതോ ഇനി അവള് പ്രിറ്റൻഡ് ചെയ്യുന്നതാണോന്നും അറിയത്തില്ല. അല്ല, നീ എന്തിനാ ഈ സമയത്ത് എന്റെ വീട്ടിലായിട്ട് വന്നത്? ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ പറയും, എനിക്ക് നിന്റെ അടുത്ത് നല്ല പിറ്റി ഫീലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇവിടെ വരുന്നത്. പോരാത്തതിന് നമ്മളുടെ നോവലും നല്ലതുപോലെ വിജയിപ്പിക്കണ്ടേ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവിടെ ഡോറ് നോക്കാവും. വന്നു നോക്കുമ്പോ എന്തുവാ, ജീനയുടെ വീട്ടിലായിട്ട് നമ്മുടെ ലീ ആണ് എത്തിയിരിക്കുന്നത്. ഇവനെ കാണുന്നതും ജീന ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കാവും. ഈ സീന് ഇവിടെ വെച്ച് കട്ടാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിന്റെ കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു സീനറി തന്നെ അങ്ങ് ചേഞ്ച് ആവും. അതായത് നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഇപ്പൊ വീണ്ടും യാങ്ങിനെ പഴയ പാസ്റ്റിലോട്ട് കൊണ്ടുവന്നിരിക്കുവാണ്. ഇത് കണ്ട് യാങ് ഷോക്കാവും. അവർ രണ്ടുപേരും അവിടുത്തെ ഒരു റൈഡിലായിട്ട് കയറിയിരിക്കും. അവിടെ നമ്മളുടെ യാങ് പറയാനായിട്ട് തുടങ്ങും, നീ നേരത്തെ പറഞ്ഞില്ലേ എന്നെ ഗോഡസ് വിളിച്ചുകൊണ്ടുപോയ സമയത്ത് ഇവിടെയുള്ള ആർക്കും തന്നെ എന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാകുമ്പോൾ ആരും എന്നെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടത്തില്ലല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ മിയോങ്ങിനങ്ങ് ഒരുമാതിരിയാവും. അവൻ വേഗം തന്നെ നമ്മളുടെ യാങ്ങിന് ഒരു ഉമ്മ കൊടുത്തിട്ട് അവളുടെ അടുത്ത് പറയും, നീ അനാവശ്യമായിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി നിന്റെ വിഷ് പാഴാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അവർ താഴെ ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങും. അവിടെ നമ്മളുടെ മിയോങ് പറയുന്നത് തന്നെ, നീ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വിഷ് ചോദിക്കുക, എങ്കിലല്ലേ നിനക്ക് ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കൂ. ഇവിടെ നമ്മളുടെ യാങ് പറയാനായിട്ട് തുടങ്ങും, ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി ഒരു വിഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്നെ സ്നേഹിക്കുമോ എന്ന്. ആ സമയത്ത് നീ ഇഷ്ടപ്പെടത്തില്ല എന്നല്ലേ പറഞ്ഞത്. ഉടനെ തന്നെ മിയോങ് പറയും, അതിന് വേണ്ടിയിട്ട് നീ വിഷ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആ സമയത്ത് തന്നെ പെട്ടെന്നായിട്ട് ഒരു ലേഡി വന്ന് നമ്മളുടെ യാങ്ങിനെ അങ്ങ് ഇടിക്കും. അവൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവളുടെ അമ്മ തന്നെയായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ യാങ്ങും അവളുടെ ബ്രദറും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മിയോങ് ഇവളെ കൊണ്ടുവന്നത് ഇവളുടെ തന്നെ പാസ്റ്റിലുള്ളൊരു സീനിലായിട്ടാണ്. ഇത് കണ്ട് നമ്മളുടെ യാങ് ഭയങ്കര ഷോക്കായി മുമ്പിലോട്ട് അവരുടെ അടുത്തോട്ട് നടക്കാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ അവൾ പ്രസന്റ് ടൈമിലെത്തും. അവിടെ നമ്മളുടെ മിയോങ് ചോദിക്കുന്നത് തന്നെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നാ നമ്മളുടെ യാങ് ഇവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ മിയോങ് പറയാനായിട്ട് തുടങ്ങും, നിനക്ക് എന്നെ ലവ് ചെയ്യാം, അതിന് നീ വിഷ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മളുടെ മിയോങ്ങിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ അവനൊരു മനുഷ്യനെ പോലെ ആവണോ എന്നാ. അത് പറഞ്ഞിട്ട് അവൻ പറയും, എന്തൊക്കെയായിരുന്നാലും നീ ചൂസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് പകരമായിട്ട് ഈ വേൾഡിനെയോ അല്ലെങ്കിൽ നിന്നെയോ വേണം ചൂസ് ചെയ്യാനെന്ന്. അതേസമയം തന്നെ അവിടെയായിട്ടൊരു ലേഡി വന്നിട്ട് നമ്മളുടെ യാങ്ങിന്റെ പേര് വിളിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ആദ്യമേ അവളുടെ അമ്മയാണെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അവളുടെ ആന്റി തന്നെയായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.